വി.എസ്. അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരം. സംസ്ഥാനത്ത് ശക്തമായ മഴയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. ഭാരതപ്പുഴയും ചാലിയാറും കല്ലൂർ പുഴയും കരകവിഞ്ഞു. ചൂരൽമല പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക്. ബെയിലി പാലത്തിലൂടെയുള്ള യാത്രകൾക്ക് നിയന്ത്രണം. കണ്ണൂർ ആറളം ഫാമിൽ ചെത്തുതൊഴിലാളി മിന്നലേറ്റു മരിച്ചു. നിലമ്പൂർ തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച വിലയിരുത്തി CPM. പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ടു ചോർച്ച ഉണ്ടായി. RSS ബന്ധ പരാമർശത്തിൽ MV ഗോവിന്ദന് പരോക്ഷ വിമർശനം. വർഗീയ ശക്തികളുമായി പാർട്ടി കൂട്ടുകൂടുണ്ടാക്കിയെന്ന തോന്നലുണ്ടാക്കി. വിമർശിച്ചത് P. രാജീവും എളമരം കരീമും. ശരിയായ തിരുത്തലില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച് P. രാജീവ്. PV അൻവറിനു നേരെയുള്ള വാതിൽ അടഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MK മുനീറിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് പ്രതിപക്ഷ നേതാവ്. നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റ് തനിക്ക് മാത്രമല്ലെന്നും താൻ ക്യാപ്റ്റനെങ്കിൽ രമേശ് ചെന്നിത്തല മേജറെന്നും VD സതീശൻ. അൻവർ ഫാക്ടർ തന്നെ നീട്ടി മുഹമ്മദ് ബഷീർ. ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് രൂക്ഷം. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകി. നിലപാടിൽ ഉറച്ച് ഗവർണർ അർലേക്കർ. ഗവർണർ പക്വത കാണിക്കണമെന്ന് രമേശ് ചെന്നിത്തല. വിവാദത്തിനിടെ ഗവർണറും മന്ത്രി P. പ്രസാദും കേരള കാർഷിക സർവകലാശാലയുടെ വേദി ഒരുമിച്ച് പങ്കിടും. വയനാട് ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച 6 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. നടപടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കയ്യേറ്റം ചെയ്തുവെന്ന വെള്ളാർമല വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ നടപടി യുദ്ധപ്രഖ്യാപനമെന്ന് T. സിദ്ദിഖ് MLA. ഷാൻഹായ് സഹകരണ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പുവെക്കില്ല. കർശന നിലപാട്. സംയുക്ത പ്രസ്താവനയിൽ പെഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തതിനാൽ ഭീകരതയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ ഇന്ത്യ മടിക്കില്ലെന്ന് രാജ്നാഥ് സിംഗിന്റെ മുന്നറിയിപ്പ്. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. നിലമ്പൂർ തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച വിലയിരുത്തി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ടു ചോർച്ചയുണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശത്തിലും പരോക്ഷ വിമർശനമുയർന്നു. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി എന്ന പരാമർശം തിരിച്ചടിയായി എന്ന് P. രാജീവും എളമരം കരീമും വിമർശിച്ചു. അൻഫിൽ ഡിസൂസായി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫിൽ, MV ഗോവിന്ദന്റെ RSS പരാമർശം നേരത്തെ മുഖ്യമന്ത്രി തന്നെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുതിർന്ന നേതാക്കളും അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുകയാണ്. ഒപ്പം അതിന് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി നടത്തുകയല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ്? തീർച്ചയായും മക്കള, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടു പിന്നാലെ ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമാണ് ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വിമർശനം ഉണ്ടായിരിക്കുന്നത്. പ്രധാനം പാർട്ടി വോട്ടുകൾ നിലമ്പൂരിൽ പാർട്ടിയുടെ അടിത്തറയായിരിക്കുന്ന സ്ഥലങ്ങളിലാണ്, വാർഡുകളിലാണ് പ്രധാനമായും പാർട്ടി വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ചോർച്ചയുണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് അധികവും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിട്ട് പോലും ഈ രീതിയിൽ അടപടലം പാർട്ടി വോട്ടുകളൊക്കെ വീഴ്ച പാർട്ടി വോട്ടുകൾക്ക് വലിയ രീതിയിൽ ചോർച്ചയുണ്ടായി. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചോർച്ചയുണ്ടായി എന്നും പ്രവർത്തനം ഏത് രീതിയിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ വിമർശനങ്ങളാണ്, വിലയിരുത്തലുകളാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സമിതി യോഗത്തിലുമൊക്കെ നടന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇന്നിപ്പോൾ സംസ്ഥാന സമിതി ചേരുന്നു. നാളെയും സംസ്ഥാന സമിതി തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പോളിംഗിന്റെ ദിവസം അദ്ദേഹം നടത്തിയൊരു പരാമർശം RSSുമായി അടിയന്തരാവസ്ഥ കാലത്ത് ബന്ധമുണ്ടായിരുന്നു CPMന് എന്ന പരാമർശം അനവസരത്തിലായിരുന്നു, അസ്ഥാനത്തായിരുന്നു. അങ്ങനെയുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നു എന്നൊരു വ്യാഖ്യാനത്തിന് ഇടവരുത്തി. അങ്ങനെ ഒരു തോന്നൽ ആ സമയത്ത് പ്രചാരണത്തിൽ അവിടെ ഉണ്ടായി. ഇതൊക്കെ തന്നെ ഈ രീതിയിലൊരു വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്ന രീതിയിലൊരു വിമർശനമാണ് പാർട്ടി സെക്രട്ടറിയുടെ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ. പക്ഷേ ഒരു പരോക്ഷമായ അദ്ദേഹത്തിൻ്റെ പേരൊന്നും, MV ഗോവിന്ദൻ്റെ പേരൊന്നും എടുത്തു പറയാതെയാണ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചത്. പ്രധാനമായും P. രാജീവും എളമരം കരീമുമാണ് ഈ രീതിയിലൊരു പരോക്ഷ വിമർശനം നടത്തിയത്. മാത്രവുമല്ല, P. രാജീവ് ഒരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, അതായത് തെറ്റുകൾ തിരുത്താതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി
വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി, അതൊരു ഭയത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെയൊരു വിലയിരുത്തൽ കൂടി നടത്തുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തൊട്ട് തലേ ദിവസം മുഖ്യമന്ത്രി നേതാക്കളുടെ ഒരു യോഗം ചേർന്നിരുന്നു, ഒരു ശില്പശാല. അവിടെ മുഖ്യമന്ത്രി MV ഗോവിന്ദനെ വേദിയിലിരുത്തി മൈക്ക് കിട്ടുമ്പോൾ എന്തും പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ആ രീതി മാറ്റിയേ പറ്റുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. ഈ രീതിയിലൊക്കെ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ ഒരു പ്രസ്താവന അനവസരത്തിലായിരുന്നു. അത് നിലമ്പൂരെ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു വിമർശനവും വിലയിരുത്തലും തന്നെയാണ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രതിഫലിച്ചിരിക്കുന്നത്. അഖില. ശരി, അൻഫ്ലിഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. അൻവർ വിഷയം ഇനി ആരും പറയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിന് നേരെയുള്ള വാതിൽ അടച്ചു കഴിഞ്ഞു. MK മുനീറിൻ്റെത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാകാം. MK മുനീർ എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണെന്നും VD സതീശൻ പറഞ്ഞു. അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ആ വിഷയം വന്നാൽ അപ്പോൾ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഇല്ല. എന്തായാലും ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമില്ല. അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയുന്നത്? രാജ്യത്ത് കലാപമുണ്ടാക്കാനായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഗവർണർ ചെയ്യുന്നത് ഇന്ന് ET മുഹമ്മദ് ബഷീർ MP. തങ്ങൾക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണം നടത്താനാണ് BJP ശ്രമിക്കുന്നത്. ഈ വിഷയം പാർലമെന്റിൽ അടക്കം ഉന്നയിക്കും. ഗവർണറുടെ ഇത്തരം നീക്കത്തിനെതിരെ ജനാധിപത്യ ബോധമുള്ളവർ പ്രതികരിക്കണം. നിലമ്പൂരിൽ PV അൻവർ ഒരു ഫാക്ടറാണെന്നത് വസ്തുതയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പേ UDFന്റെ അടിത്തറ വിപുലീകരിക്കണമെന്നതാണ് ആവശ്യമെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഗവർണർ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ഇടവരുത്തുന്ന വിധത്തിൽ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്ത കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായി അപലപിക്കേണ്ടതാണ്. ഞാൻ അപലപിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ ആളുകളും ഈ നിഷേധാത്മകമായ ഗവർണറുടെ പ്രവർത്തനത്തിനെതിരായി ശബ്ദമുയർത്തേണ്ടതുണ്ട്. ശാന്തമായി നിന്ന ഈ സംസ്ഥാനത്തെ കലുഷിതമാക്കി, പ്രശ്നസങ്കീർണമാക്കി, ഭരണകൂടത്തിൻ്റെ പ്രവർത്തനത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണറുടെ നയം ശക്തമായി ജനാധിപത്യ ബോധമുള്ള എല്ലാവരും എതിർക്കേണ്ട കാര്യമാണ്. ഒന്ന്, താൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് ചെന്നിത്തല മേജർ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് തനിക്ക് അവകാശപ്പെട്ടതല്ല. ടീം UDFന്റെ വിജയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്നും VD സതീശൻ പറഞ്ഞു. UDF ആണ്, ടീം UDF. ഒറ്റ വാചകം ഞാൻ പറഞ്ഞില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം, ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അദ്ദേഹം മേജറാണ്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർ സർക്കാർ ഒരു പുതിയ തലത്തിലേക്ക്. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകി. അതേസമയം രാജ്ഭവന്റെ നിലപാട് അറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്ത്, വലിയ പ്രതിഷേധങ്ങൾ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഒരു കത്ത് ഗവർണർക്ക് നൽകുന്നു. ഇനി നിലപാടിൽ മാറ്റമില്ല എന്നറിയിച്ച ഗവർണർ അത്തരത്തിലൊരു കത്ത് കൂടി മുഖ്യമന്ത്രിക്ക് നൽകുകയാണ്. മറ്റൊരു തലത്തിലേക്ക് വിഷയം മാറുകയല്ലേ? തീർച്ചയായും ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം, അതുപോലെ തന്നെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നതിലാണ് ഗവർണറും അതുപോലെ തന്നെ സർക്കാരും തമ്മിൽ പോര് തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നുവെന്നാണ്. നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്, അവ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ മതേതരത്തെ വെല്ലുവിളിക്കുന്ന സംഘടനയുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ പരിപാടികളിൽ ഇത്തരം ചിത്രങ്ങൾ വയ്ക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ രാജ്ഭവനും ഇതിനെതിരെയുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് ഗവർണർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനും തയ്യാറെടുക്കുകയാണ്. ഇന്ന് തന്നെ ഗവർണറും ആ കത്ത് നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ ഇന്നലെ സർവകലാശാലയിൽ അടക്കം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ ലംഘനം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുക. അത്തരത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് വിവിധ തലങ്ങളിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ഇപ്പോൾ സർക്കാർ നൽകിയ കത്തിന് മറുപടിയായി ഗവർണറും കത്ത് നൽകുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഗവർണറുടെ അതൃപ്തി അടക്കം അറിയിക്കുന്ന ഒരു കത്തായിരിക്കും ഗവർണർ കൈമാറുക, രാജ്ഭവൻ കൈമാറുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചാ വിഷയമാവുകയും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും വരാൻ പോവുക. ശരി, രജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഭാരതാംബ വിഷയത്തിൽ സർക്കാർ പ്രതിഷേധം ഗവർണറെ നേരത്തെ അറിയിക്കണമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണറുടെ പരിപാടി രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റരുതെന്നും അദ്ദേഹം പറഞ്ഞു.
മെയ് 22 ഈ ആദ്യത്തെ സംഭവം. RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത്. പോളിംഗിന്റെ അന്നാണ്, നിലമ്പൂർ പോളിംഗിന്റെ അന്നാണ് ശിവൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത്. അപ്പോഴൊക്കെ മൗനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത്. ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. ഗവർണറുടെ പരിപാടികൾ, ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദികളാക്കി മാറ്റരുത്. അദ്ദേഹം RSS കാരനാണെങ്കിൽ RSS കാരനായി തുടരാം. രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ. ഗവർണർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു രാജ്യം അംഗീകരിക്കാത്ത കാവിക്കൊടിയേന്തി പട്ടുസാരി ഉടുത്ത ഭാരതാംബയെ അംഗീകരിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സർവകലാശാല മതേതര വേദിയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ട ചാൻസലർ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ബിന്ദു പറഞ്ഞു. ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രതിഷേധാർഹവും അപലപനീയവുമായ കാര്യമാണ്. സർവകലാശാല മതനിരപേക്ഷതയുടെ വേദിയാണ്. അവിടെ മതേതരമായിട്ടുള്ള സൗഹൃദം ഉണ്ടാകേണ്ട ഒരു ഇടമാണ്. അവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും എല്ലാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള കേന്ദ്രമാണ്. അവിടെ ഒരു സെക്യുലർ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അനിവാര്യമായിട്ടുള്ള. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ പക്വത കാണിക്കണമെന്നും ഇത് അനാവശ്യ വിവാദമാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. RSSന്റെ പതാക പിടിച്ച ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഗവർണർ തന്നെ മുൻകൈയെടുത്ത് വിവാദത്തിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. പുലർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു ഏറ്റുമുട്ടൽ അനാവശ്യമാണ്. RSSന്റെ പതാക പിടിച്ചുകൊണ്ടുള്ള ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാവരും ഭാരതാംബയെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ RSSന്റെ കൊടി കൈപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു നീക്കത്തിൽ നിന്ന് ഗവർണർ തന്നെ പിന്മാറണം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ജലനിരപ്പ് ഉയരുന്നതിനാൽ ചില നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആതിര ചേരുകയാണ്. ആതിര, ശക്തമായ മഴയാണ് സംസ്ഥാനത്തുടനീളം പെയ്യുന്നത്. ഒപ്പം മഴക്കെടുതികളും രൂക്ഷമാണ്. പുതിയ മുന്നറിയിപ്പുകൾ വരികയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായിട്ടുള്ള മഴയുടെ സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ ഇന്ന് മണിക്കൂറിൽ ഏകദേശം 115 മില്ലിമീറ്റർ മുതൽ 204 ഇതുകൊണ്ട് അർത്ഥമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. അതിനിടെ ശബ്ദം സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം അലർട്ടുകളൊക്കെ മാറിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലെല്ലാം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴയിൽ തൊടുപുഴയാർ നിറഞ്ഞു കവിഞ്ഞു. പലയിടത്തും വെള്ളം കരകവിഞ്ഞൊഴുങ്ങി. KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറിയത് ആശങ്ക പരത്തി. ഇതിനു പുറമെ വിവിധ കെട്ടിടങ്ങളുടെയും ഇടുക്കി റോഡിലെ മുസ്ലിം പള്ളിയിലെയും താഴ്വശത്തെ നിലയിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയിലും മലങ്കര ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളം ഒരുമിച്ചെത്തിയതാണ് പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം. 2 ദിവസമായി കനത്ത മഴയുണ്ടായിരുന്ന ചൂരൽമലയിൽ മഴയ്ക്ക് നേരിയ ശമനം. സുരക്ഷയുടെ ഭാഗമായി ബെയിലി പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിൽ വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസ് നടപടിക്കെതിരെ T. സിദ്ദിഖ് MLA രംഗത്ത് വന്നു. ജീവിക്കുമെന്നുള്ളത് കൂടെ സർക്കാർ അതിന്റെ കൂടെ പരിഗണിക്കപ്പെടേണ്ടത്. അത് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്നലെ പ്രതിഷേധിച്ചതായിരിക്കുന്ന ദുരന്തബാധിതരെ ഡയറക്റ്റും ഇൻഡയറക്റ്റായി ബാധിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്. CPIM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ ഇടപെട്ടാണ് ഈ കേസ് ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള വ്യാജമായ കേസും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നും
അദ്ദേഹത്തെ വില്ലേജ് ഓഫീസറെ പിന്നെ ആക്രമിച്ചു എന്നുള്ളതായിരിക്കുന്ന രീതിയിലുള്ള കേസ് വളരെ മോശമായ രീതിയിൽ കേസെടുത്തിരിക്കുകയാണ്. ഇതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യത. ഒന്ന്, സർക്കാർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, സർക്കാർ ചെയ്യേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുന്നില്ല. 5 മാസമാണ് ആകെ ദിനപത്ര സർക്കാർ കൊടുത്തത്. രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2 ദിവസമായി അതിശക്തമായി മഴയുണ്ടായിരുന്ന ചൂരൽമലയിൽ നിന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതേസമയം സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ബെയിലി പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടെ കൂടുതൽ പോലീസിനെയും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുമ്പ് വയനാട് പോലീസ് മേധാവി തപോഷ് പസ്മധാരി മേഖല സന്ദർശിച്ചു. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെന്നും അതുകൊണ്ടാണ് ഇത് ഇവിടുത്തെ ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗതാഗത നിയന്ത്രണത്തോടൊപ്പം തന്നെ അതായത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ തകർന്ന ഈ ബെയിലി പാലത്തിന്റെ ഗാബിയോൺ സംരക്ഷണ ഭിത്തി ഇന്ന് പുനർനിർമ്മിക്കുന്നുണ്ട്. ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ തൊഴിലാളികൾ അതിന്ന് കല്ലും വലിയ പാറക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സംരക്ഷണം ഒരുക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായ മഴയിലാണ് ഈ ബെയിലി പാലത്തിന്റെ ഗാബിയോൺ സംരക്ഷണ ഭിത്തി തകർന്നത്. അതിന് തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഏതായാലും പുന്നപ്പുഴയിൽ ജലനിരപ്പ് താന്നിട്ടുണ്ട്, മഴയ്ക്ക് ശമനമുണ്ട്, മറ്റു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി. അതേസമയം ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളാർമല വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിനെതിരെയും പ്രതിഷേധമുയർന്നു. സ്ഥലം MLA ടി സിദ്ദീഖ് അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കയ്യേറ്റം ശ്രമം, അതോടൊപ്പം തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ്, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ചൂരൽമലയിൽ സ്ഥിതി ശാന്തമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും ഇന്ന് പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഏതാണ്ട് താഴ്ന്നിട്ടുണ്ട്. ഈ മേഖലയിലുള്ള ഗതാഗത നിയന്ത്രണമുള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് മുൻകരുതലുകൾ ശക്തമാക്കിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഹിമാചൽ പ്രദേശിലെ കുളുവിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 2 മരണം, 10 പേരെ കാണാതായി. നിരവധി വീടുകൾ, ഒരു സ്കൂൾ കെട്ടിടം, പ്രധാന പാതകളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ, ചെറിയ പാലങ്ങൾ എന്നിവ തകർന്നതായി റിപ്പോർട്ടുണ്ട്. പലയിടത്തും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. കുളു ജില്ലയിലെ 4ഓളം പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനമുണ്ടായി. കാറുകളും ട്രക്കുകളും അടക്കം വെള്ളത്തിൽ ഒലിച്ചുപോയി. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ വിവാദത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. PV അൻവർ സമാന്തര ഭരണകൂടമാണോ എന്നാണ് കോടതിയുടെ ചോദ്യം. അൻവറിനെതിരെ തെളിവുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രാജേഷ്, നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് PV അൻവറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയും ചോദ്യങ്ങളുമായി വരികയാണ്. എന്തൊക്കെയാണ് ഹൈക്കോടതി ചോദിച്ചത്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ വിവാദത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. PV അൻവർ സമാന്തര ഭരണകൂടമാണോ എന്നാണ് സർക്കാരിനോട് കോടതി ചോദിച്ചത്. അഡ്വക്കേറ്റ് രാജേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാജേഷ്, നേരത്തെ ഈ PV അൻവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചോദ്യങ്ങളുമായി ഹൈക്കോടതി കൂടി വരികയാണ്. എന്തൊക്കെയാണ് ഹൈക്കോടതി ഉന്നയിച്ചത്? വളരെ ശക്തമായ ഒരു നിലപാടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും PV അൻവറിനെതിരെയും വിമർശിച്ചുകൊണ്ട് തന്നെ സ്വീകരിച്ചത്. ഹൈക്കോടതി സർക്കാരിനോട് ചോദിക്കുന്നത്, ഇത്തരത്തിൽ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി എന്നുള്ള വിവരം പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണവും കേസ് നടപടികളും അവസാനിപ്പിച്ചു എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. പരാതിക്കാരുടെ പരാതി എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ അന്വേഷിച്ചില്ല? എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് എന്നാണ്. പക്ഷേ ഹർജിക്കാർ പ്രത്യേകം പറയുന്നു, അൻവർ ഈ സംഭാഷണം ചോർത്തുക മാത്രമല്ല മാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിടുകയും ചെയ്തു. ഈ തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ അൻവറിനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് പരാതിക്കാരുടെ പരാതി. ഏതായാലും ഹർജിക്കാരുടെ ഈ പരാതി പ്രത്യേകം പരിഗണിക്കണമെന്ന് ഇപ്പോൾ DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൽ അന്വേഷണം നടത്തുന്നത്, തെളിവ് കണ്ടെത്തേണ്ടതൊക്കെ സർക്കാരിന്റെ കടമയാണ്. രാജേഷ്, ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് കേരള സർവകലാശാല വൈസ് ചാൻസലറായി തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഗവർണർ അധിക ചുമതല നൽകിയതിനെതിരെ ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയാണല്ലോ കോടതി തള്ളിയിരിക്കുന്ന. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി.
തീർച്ചയായും അഖില, ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങളുടെ പ്രധാന പരാതി സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നല്ല വൈസ് ചാൻസലറെ നിയമിച്ചത്. മാത്രമല്ല, ആരോഗ്യ സർവകലാശാലയിൽ വൈസ് ചാൻസലറായ ഇദ്ദേഹത്തിന് കേരള സർവകലാശാലയിൽ ജനിക്കുവാനുള്ള വിദ്യാഭ്യാസത്തിന്റെ തരത്തിലുള്ള യോഗ്യതയില്ല. അതിൽ ആരോഗ്യ സർവകലാശാലയ്ക്ക് അവിടെ ഈസിയായിട്ട് തുടരാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ എന്നെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഹർജി സമർപ്പിച്ചത്. എന്നാൽ ഇതെല്ലാം അധിക ചുമതല ഗവർണർ നൽകി എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ഇവരുടെ വാദമുഖങ്ങളെല്ലാം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ തള്ളുകയായിരുന്നു. ഇതിൽ ഇവരുടെ ഹർജിയിൽ കഴമ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹർജി തള്ളിയത്. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുന്ന AP വിഭാഗത്തെ പരിഹസിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എല്ലാവരും ഞങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറയുന്നു. മുജാഹിദീൻ പ്രസ്ഥാനവും ആഘോഷവുമായി വരുമോ എന്നും മുത്തുക്കോയ തങ്ങൾ പരിഹസിച്ചു. യഥാർത്ഥ ആഘോഷം ഞങ്ങളുടേതാണ്. എല്ലാവർക്കും സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കണം. അപ്പോൾ സംഘടനയുടെ മഹത്വം അത്ര വലുതാണെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. ആശുപത്രിയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ശ്രമിക്കുന്നുവെന്ന് ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 3 ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിലാണ് VS അച്യുതാനന്ദൻ. റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വണ്ടി വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് MG റോഡിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. അമ്മ പത്മിനി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ MG റോഡ് ഉപരോധിച്ചു. രാവിലെ 7:45ഓടെയാണ് ദാരുണമായ സംഭവം. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരികയായിരുന്ന വിഷ്ണുദത്തും അമ്മ പത്മിനിയും റോഡിലെ കുഴിയിൽ നിന്നും മാറാൻ വേണ്ടി വാഹനം വെട്ടിച്ചപ്പോഴാണ് സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് വീണത്. വിഷ്ണുദത്തിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കുകളോടെ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിനു പിറകെ വൻ പ്രതിഷേധമാണ് തൃശൂർ MG റോഡിൽ നടന്നത്. കോൺഗ്രസ് BJP കൗൺസിലർമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും നടപടി എടുത്തില്ലെന്നുമാണ് ആക്ഷേപം. കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസിന്റെ ശ്രമത്തെ മണിക്കൂറുകളോളം കോൺഗ്രസ് BJP പ്രവർത്തകർ ചെറുത്തു. ഇതിനിടെ MG റോഡിൽ വൻ ഗതാഗത കുരുക്കുമുണ്ടായി. സംഭവത്തിൽ തൃശൂർ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കോർപ്പറേഷനെതിരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക തിരിമറി നടത്തിയെന്ന കേസിൽ പ്രതികളായ വിനീത, ദിവ്യ, രാധ എന്നീ 3 പേരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തുവെന്നാണ് കേസ്. അതേസമയം കൃഷ്ണകുമാറും മകളും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന ജീവനക്കാരികളുടെ പരാതിയിൽ വ്യക്തമായ തെളിവില്ലെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. Axiom 4 ദൗത്യം ഇന്ന് വൈകിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ഡ്രാഗൺ പേടകത്തിൽ നിന്ന് തത്സമയ സന്ദേശം അയച്ച് ഇന്ത്യയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. ബഹിരാകാശത്ത് നിന്ന് നമസ്കാരമെന്നാണ് സന്ദേശം. യാത്രയും ബഹിരാകാശത്തെത്തിയ നിമിഷവും അവിസ്മരണീയമെന്നും കുഞ്ഞിനെ പോലെ നടക്കാനും കഴിക്കാനും പഠിക്കുന്നുവെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇന്ത്യയുടെ വലിയ യാത്രയ്ക്കുള്ള ചെറിയ കാൽവെപ്പാണിത്. ബഹിരാകാശ നിലയത്തിലെത്താൻ കാത്തിരിക്കുന്നുവെന്നും അവിടുത്തെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ച തുടരുന്ന ദൗത്യസംഘം 60ലേറെ പരീക്ഷണങ്ങൾ നടത്തും. ഈ ഗവേഷണങ്ങളിൽ 31 രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം നൽകി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ്. അമൃത കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ അമൃത സ്കൂൾ ഓഫ് ഫാർമസി, അമൃത സെന്റർ ഫോർ അലൈഡ് ഹെൽത്ത് സയൻസ്, അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി, അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ എന്നിവിടങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അമൃത നഴ്സിംഗ് സർവീസിലെ അംഗങ്ങളും കണ്ണികളായി. എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ TN സുധീർ കൊച്ചി ക്യാമ്പസിൽ നടന്ന മയക്കുമരുന്ന് ഉപയോഗ വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് പ്രതിരോധത്തിൽ വൈദ്യശാസ്ത്ര രംഗത്തിനും ഏറെ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ അഡിക്ഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇനി ആവശ്യമെന്നും TN സുധീർ ചൂണ്ടിക്കാട്ടി. അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ KT മോളി ചടങ്ങിൽ സ്വാഗത പ്രസംഗം നടത്തി. അമൃത സ്കൂൾ ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സബിത M, ഡോക്ടർ രാകേഷ്, ഷീല പവിത്രൻ, CV വിനായകൻ, ഡോക്ടർ അജി KL തുടങ്ങിയവർ പങ്കെടുത്തു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെ പേസർ ഹർഷിത് റാണയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതായി റിപ്പോർട്ട്. ബുധനാഴ്ച
ബർമിംഗ്ഹാമിൽ നടക്കുന്ന 2ാം ടെസ്റ്റിൽ ഹർഷിത് ടീമിനൊപ്പം ചേരില്ലെന്നാണ് BCCI വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഹർഷിത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.